ചാനൽ ക്യാമറകളുടെ മുന്നിൽ മാത്രമാണ് ജാതീയമായി അധിക്ഷേപിച്ചു എന്നുള്ളൊരു ആരോപണം അവർ ഉന്നയിക്കുന്നത്. അവർ കൊടുത്തിട്ടുള്ള പരാതിയിൽ ഒരിടത്തും ഈ ജാതീയ അധിക്ഷേപം, അതിൻ്റെ പരാതിയുടെ കോപ്പി ഞാൻ പരിശോധിച്ചിരുന്നു, അതിലൊരിടത്തും ജാതീയ അധിക്ഷേപം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇല്ല. അതവർക്ക് ഉന്നയിക്കാനും സാധിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ജാതീയ അധിക്ഷേപങ്ങൾ, ജാതീയ വിവേചനങ്ങളിൽ നിന്നുള്ള പ്രത്യേക സംരക്ഷണ നിയമപ്രകാരം ഉള്ള വിഭാഗങ്ങളിൽ പെടുന്നവരല്ല ആ പെൺകുട്ടികൾ എന്നുള്ളത് കൊണ്ടാണ് അവർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ അവരുൾപ്പെടുന്ന വിഭാഗം അവർ പറയുന്ന വിഭാഗം കേരളത്തിൻ്റെ സാമൂഹ്യ പരിസ്ഥിതിയിൽ തീർച്ചയായിട്ടും ഒരു അൺപ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റി തന്നെയാണ്. കാലാകാലങ്ങളായിട്ട് അവർ പറയുന്ന വാക്ക് ഞങ്ങളെ മുക്കുവ സ്ത്രീകൾ എന്ന നിലയിൽ അപമാനിച്ചു എന്നുള്ളതാണ്. ദലിത് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇവർ ദലിത് പെൺകുട്ടികളാണ് എന്ന തരത്തിൽ ഈ ഒരു മോഷണം ചെയ്തു എന്നുള്ള രീതിയിലുള്ള ആരോപണം വരുന്നത്. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾ എന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്ന അർത്ഥത്തിലാണെങ്കിൽ അവർ ദലിത് എന്ന് പറയുന്ന ഒരു പട്ടികയിൽ വരുന്നവരല്ല. എന്നാൽ ദലിത് എന്ന് പറയുന്ന പദത്തിന് ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അർത്ഥത്തിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയ മാനമുണ്ട്. അതിൽ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള സമൂഹത്തിൻ്റെ ഏതടരുകളിൽ വരുന്ന ആളുകളും അതിലുൾപ്പെടും. ആ അർത്ഥത്തിൽ ആ പെൺകുട്ടികൾ ആ ഒരു വിശാല അർത്ഥത്തിൽ ഒരുപക്ഷെ ദലിതെന്ന് അവർക്ക് പറയാനാവുമായിരിക്കാം. പക്ഷേ ഇവിടെ സമൂഹത്തിൽ വളരെ ലൈംലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇവർ കള്ളം ചെയ്തതിന് ശേഷം അതിനെ പ്രതിരോധിക്കാൻ ജാതി കാർഡ് ഇറക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെ അവരുൾപ്പെടുന്ന സമൂഹം എന്നുള്ളതിനേക്കാൾ കൂടുതൽ പട്ടിക വിഭാഗത്തിലുള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കപ്പെടുന്നത്.